മണ്ണും ചാരി നിന്നവൻ അല്ലെങ്കിൽ ഒന്നിലധികം പേർ പെണ്ണിനെയും കൊണ്ട് പോകുമോ എന്നതാണിപ്പോൾ കേരളത്തിൻ്റെ സംശയം. മറ്റൊന്നുമല്ല, കേരളത്തിൻ്റെ അഭിമാനമായി, രാജ്യത്തിൻ്റെ അഭിമാനമായാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യപ്പെട്ടത്. ഇപ്പോഴിതാ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആനുകൂല്യത്തിലെത്തുന്നത് ആയിരക്കണക്കിന് കോടിയുടെ നിക്ഷേപമാണ്. അത് ഉറപ്പാക്കിയത് ആരാണ്? കേരളമല്ല, അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. ഏക്കറിന് 1 കോടി രൂപ വരെ വാടക നൽകി വ്യവസായ പാർക്കിനായി തിരുനെൽവേലിയിൽ ഇപ്പോൾ കണ്ടെത്താൻ പോകുന്നത് 2300 ഏക്കർ സ്ഥലമാണ്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ തുറമുഖത്തിൻ്റെ ആനുകൂല്യം ഇങ്ങനെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകവും കൊണ്ടുപോകുമ്പോൾ കേരളം കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുമോ എന്നതാണ് ഈ വൈകിയ വേളയിലെ ചോദ്യം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വികസനത്തിൻ്റെ ലാഭം കൊയ്യാൻ കേരളം തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ വികസനത്തിൻ്റെ ലാഭം കൊയ്യാൻ തമിഴ്നാടും കർണാടകവുമൊക്കെ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് കാത്തിരിക്കുകയാണ്. കേരളമോ വിഴിഞ്ഞത്തെപ്പറ്റിയുള്ള തള്ള്, ചർച്ച, പിയർ സ്റ്റണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ ഇനി ചെയ്യാമെന്ന കണക്കൂട്ടലാണ് സംസ്ഥാന സർക്കാരും ചില മന്ത്രിപുങ്കവന്മാരും. അപ്പോഴേക്കും നേരത്തെ പറഞ്ഞതുപോലെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും. കേരളത്തിൽ പ്രഖ്യാപനങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്, ഒരു കുറവുമില്ല. പക്ഷേ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട് വിഴിഞ്ഞം പോർട്ടിൻ്റെ ആനുകൂല്യം മുതലെടുക്കാൻ വ്യവസായ പാർക്ക് കൊണ്ടുവരികയാണ്. 100ഉം 200ഉം ഏക്കറിലല്ല, 2300ഓളം ഏക്കർ ഭൂമി തിരുനെൽവേലിയിൽ മാത്രം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ. കൊച്ചിയിൽ ഒരു കോൺക്ലേവ് നടന്നിരുന്നു, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ കേരളത്തിന് വിനിയോഗിക്കാമെന്ന്. പക്ഷേ ആ കോൺക്ലേവിൽ വന്നിരിക്കുന്ന ബയർമാരെയെല്ലാം, നിക്ഷേപകരെയെല്ലാം തമിഴ്നാടും കർണാടകവും ഇപ്പോൾ വലവീശി പിടിച്ചിരിക്കുകയാണ്. 15 വർഷത്തേക്ക് പാട്ട വ്യവസ്ഥയിൽ ഏറ്റെടുക്കുന്ന 1 ഏക്കർ വസ്തുവിന് 1 കോടി രൂപ എന്ന കണക്കിൽ വാടകയും ഭൂമി വിട്ടു നിൽക്കുന്ന ആൾക്ക് തൊഴിലും. ഇതാണ് തമിഴ്നാട്ടിൻ്റെ ആ വ്യവസ്ഥയിലുള്ളത്. കേരളമോ അടിസ്ഥാന വികസന മാർഗങ്ങളായ റോഡും റെയിൽവേയും നിർമ്മിച്ച് കരമാർഗമുള്ള ഗതാഗതം പൂർണ്ണ തോതിൽ ആരംഭിച്ചാൽ കേരളത്തിലേക്ക് വരാൻ വൻകിട വിദേശ കമ്പനികളാണ് ഇപ്പോൾ, ലോജിസ്റ്റിക്സ് വിഭാഗത്തിലുള്ള കമ്പനികളാണ് ഇപ്പോൾ തയ്യാറായിരുന്നത്. പക്ഷേ എവിടെ കേരളത്തിലേക്കുള്ള ആ റെയിൽ പദ്ധതി? എവിടെ? ബാലരാമപുരത്ത് നിന്ന് മാത്രം നോക്കിയാലും അവിടെ നിന്നും വിഴിഞ്ഞത്തേക്കുള്ള 9 കിലോമീറ്റർ ദൂരം റെയിൽ കണക്ടിവിറ്റി എവിടെ? ഭൂഗർഭ തുരങ്കം, ഭൂഗർഭ റെയിൽ തുരങ്കം വരുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല. വെയർഹൗസ്, ഗോഡൌൺ, ഓഫീസുകൾ എന്നിവയ്ക്കായി നിരവധി കമ്പനികളുടെ ഏജന്റുമാർ വിഴിഞ്ഞത്തും സമീപ പഞ്ചായത്തുകളിലുമൊക്കെ പല ഏക്കർ കണക്കിന് ഭൂമി കണ്ടുവച്ചെങ്കിലും ഒന്നും നടന്നില്ല. കാരണം വിഴിഞ്ഞമെന്ന് പച്ചപിടിച്ച് വന്നാലല്ലേ ഈ കപ്പലിൽ വരുന്ന കാർഗോ ഒന്ന് കരയ്ക്കടിപ്പിച്ച് കരയിൽ ഇറക്കി വെച്ചാൽ കൊണ്ടുപോകാൻ വാഹനം വേണ്ടേ, തീവണ്ടി വേണ്ടേ, വലിയ ട്രക്കുകളിൽ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ കാര്യമായ റോഡില്ല. കരമാർഗമുള്ള കണ്ടെയ്നർ നീക്കം ഇനിയും അനിശ്ചിതമായി നീണ്ടാൽ കേരളത്തിൻ്റെ വികസന സ്വപ്നം മുരടിച്ചു പോകുമെന്നതിൽ ഒരു സംശയവുമില്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലാഭം സർക്കാരും ജനങ്ങളും അനുഭവിക്കണമെങ്കിൽ നിർദ്ദിഷ്ട റിംഗ് റോഡും അനുബന്ധ വികസന പാർക്കുകളും റോഡുമെല്ലാം റെയിൽവേ ലൈൻ അടക്കം യാഥാർത്ഥ്യമാകണം. ഇവയ്ക്കായി നോട്ടിഫിക്കേഷനുണ്ട്, അളവ് നടന്നു, തകൃതിയായി ഉടമകൾക്ക് കാശ് നൽകി എന്നാണ് അറിയുന്നത്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു തീരുമാനവും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ഇപ്പോൾ പരാതി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തനം തുടങ്ങി 1 വർഷം പിന്നിടുമ്പോൾ 400-ൽ പരം കപ്പലുകളിൽ നിന്നായി 8 ലക്ഷത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു. പക്ഷേ GST അല്ലാതെ 1 രൂപ പോലും കേരളത്തിന് ബാക്കി വയ്ക്കാനില്ല. വിഴിഞ്ഞത്തു നിന്നുള്ള കണ്ടെയ്നർ കൈകാര്യം ചെയ്ത വകയിൽ തമിഴ്നാട് തൂത്തുക്കുടി തുറമുഖത്തിന് പോലും വരുമാനം ലഭിച്ചെന്നാണ് ഇപ്പോൾ, കോടികൾ വരുമാനം ലഭിച്ചെന്നാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത്. കൂറ്റൻ മദർഷിപ്പുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് നിന്നും ഫീഡർ ഷിപ്പുകളിൽ കടൽ മാർഗം മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പതിവിന് എന്ന് മാറ്റം വരുമെന്നും ആ ഒരു ജലഗതാഗത മാർഗത്തിന് പോലും ഒരു ബദൽ കണ്ടെത്താൻ ഇപ്പോൾ അധികൃതർക്ക് എന്ന് നടക്കുമെന്ന് പറയാനാകുന്നില്ല. വിഴിഞ്ഞം തുറമുഖം ലക്ഷ്യം വെച്ച് സാംസങ് മൊബൈലും ഹ്യൂണ്ടായി മോട്ടോഴ്സും പോലുള്ള മൾട്ടിനാഷണൽ നിർമ്മാണ കമ്പനികളുടെ പ്ലാന്റ്, പിന്നെ കണ്ടെയ്നർ നിർമ്മാണ കമ്പനിക്കായി CMA, ഇതൊക്കെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുകയാണ്. കേരളത്തിൽ അനക്കമില്ല. കാരണം വാഹന നിർമ്മാണ കമ്പനികൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വിഴിഞ്ഞത്ത് നിന്നും കപ്പലിൽ അവരുടെ വാഹനങ്ങൾ കയറ്റി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാം. കേരളം ആ വഴിക്കും ചിന്തിക്കുന്നില്ല. കർണാടകയിലെ 9 ജില്ലകൾക്ക്, തമിഴ്നാട്ടിലെ 6 ജില്ലകൾക്ക് വിഴിഞ്ഞം കൊണ്ട് നേരിട്ട് ഗുണമുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. നഞ്ചങ്കോട് മുതൽ വിഴിഞ്ഞത്തേക്ക് പ്രത്യേക പാത നിർമ്മിക്കാൻ ഇപ്പോൾ കർണാടകം എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കേരളം ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പേരിൽ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം, ഞങ്ങൾ കൊണ്ടുവന്നതാണ് വിഴിഞ്ഞം, ഇടത് സർക്കാർ കൊണ്ടുവന്നതാണ് വിഴിഞ്ഞം, അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ഇപ്പോൾ പൂത്ത് ഉലഞ്ഞ് കായ്ച്ച്
കായ്കളായി മറിയുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത്. അതേസമയം വീമ്പിളക്കലും കുളന്തോണ്ടലും പിയർ വർക്കും ഒന്നുമില്ലാതെ തമിഴ്നാടും കർണാടകയും കേരളത്തിൻ്റെ ഉള്ളിലുള്ള വിഴിഞ്ഞ പദ്ധതിയെ വളരെ മനോഹരമായി വിനിയോഗിക്കാൻ പോവുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച